നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും പ്രണയവായന ചെയ്യുന്നതാണ്. അതുപോലെ ഡിസ്കൗണ്ടും മറ്റ് വിശദാംശങ്ങളും ഒക്കെ വാട്സപ്പ് ചാനലിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ വാട്സപ്പ് ചാനലിൽ അംഗമാകണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വാട്സപ്പ് ചാനൽ ടറോട്ട് ലവ് എനർജീസിൻ്റെ ലഭിക്കുന്നതാണ്. അതിൽ കയറി ഫോളോ ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പേജ് കാണാൻ പറ്റുന്നതാണ്. അതും ഫോളോ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ തലക്കെട്ടെന്ന് പറയുന്നത്, ഇത്രയും രഹസ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വായന കണ്ടിരിക്കണം. ഈ വ്യക്തിയുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് പലതരത്തിലുള്ള നിഗൂഢമായിട്ട് ഒളിഞ്ഞു കിടക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നതാണ് ഇന്നത്തെ റീഡിംഗ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ബാധിച്ചിട്ടുള്ള പലതരത്തിലുള്ള രഹസ്യങ്ങളും അതിനോടൊപ്പം തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ വ്യക്തി വിചാരിച്ച് വെച്ചിരിക്കുന്നത്, അതുപോലെ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ രഹസ്യങ്ങളാണ്, അതായത് നിങ്ങളോട് പോലും തുറന്നു പറയാതെ ഈ വ്യക്തിയുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. കുറച്ച് കൂടുതൽ കാർഡ്സ് തന്നെ എടുത്തിട്ടുണ്ട്. അത് വിശദീകരിച്ച് തന്നെ നോക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നു. അത് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നത് മാത്രമല്ല, ആ ഒരു തടസ്സങ്ങൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതും ഒരു നഗ്ന സത്യമാണ്. അത് നിങ്ങളുമായിട്ട് ഒരു കുടുംബജീവിതമായിരിക്കാം ഈ വ്യക്തി തുടങ്ങി വെച്ചത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയമായിരിക്കാം തുടങ്ങി വെച്ചത്. അപ്പോൾ ആ തുടങ്ങിയപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ വീട്ടിൽ ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള പ്രണയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടാകണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ പലവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്, അതായത് ഇപ്പോഴും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയോട് തുറന്നു ചോദിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്ന് നിങ്ങൾ ഈ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ആണെങ്കിലോ അത് തുറന്ന് പറയുകയുമില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, എല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കാം ഈ വ്യക്തിയുടെ മറുപടി. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ ഒരുപക്ഷെ വളരെ പ്രിയരായിരിക്കാം, അല്ലെങ്കിൽ സമാധാനത്തോടു കൂടിയായിരിക്കാം ഈ ബന്ധം പോകുന്നത് എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടാകാം. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, അത്തരം ഒരു സമാധാനപരമായിട്ടുള്ള ഒരവസ്ഥയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഓരോന്നായി ഉയർന്നു വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ രണ്ടാം വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വിവാഹം നിശ്ചയിച്ച വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ. പക്ഷെ ഇപ്പോൾ അത് എന്തുകൊണ്ടോ മുടക്കത്തിൽ കിടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ ആ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിലേക്ക്, പരിപൂർണമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും കടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും നമുക്കിവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം മുതൽ തൊട്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ജ്ഞാനം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പല കാര്യങ്ങളും സത്യമായി വരാറുണ്ട്. അതിനുള്ള ഒരു ജ്ഞാനദൃഷ്ടി നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. കുറച്ചധികം ഒരു ആത്മീയമായിട്ട് ഉയർന്നിരിക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യമാണ് നമുക്കിന്ന് ഈ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള പല ചിന്തകളും ഒക്കെ തന്നെയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ താനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്.
അത് ഈ വ്യക്തിയുമായിട്ട് ഒരുപക്ഷെ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് തുറന്ന് ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഈ വ്യക്തി അപ്പോഴൊക്കെ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുന്നത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, എല്ലാം വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തിയുടെ മറുപടി. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങിയപ്പോൾ തൊട്ട് മുതൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ വ്യക്തിയെ എത്രത്തോളം നിങ്ങളിൽ നിന്നും അകറ്റാൻ സാധിക്കുന്നോ അത്രയും അകറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികൾ ഇപ്പോഴും നിങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായും കാണാൻ സാധിക്കുന്നു. അതിപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കണം എന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ വ്യക്തിക്ക് ചുറ്റിനുമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തുടക്കം മുതൽ തൊട്ട് തന്നെ പലതരത്തിലുള്ള കല്ലുകടികളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നീതി എങ്ങനെയെങ്കിലും മേടിച്ചു തരണം, അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്നും എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒരു നീതി ഉറപ്പാക്കി തരണം എന്നുള്ള വാശിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ നിങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ, വിവാഹം നിശ്ചയം കഴിഞ്ഞു നിൽക്കെ വിവാഹത്തിലേക്ക് കടക്കാൻ സാധിക്കാതെ നിങ്ങളിങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ ഈ വ്യക്തി ഒരു വാക്ക് പോലും നിങ്ങളുടെ അടുത്ത് പറയാതെ ഒരുപക്ഷെ നാട് വിട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു മൂവിങ് എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കില്ല എന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പല കാര്യങ്ങളും മൂടപ്പെട്ട് കിടക്കുന്നു. നിങ്ങൾക്കാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല. അതുപോലെയാണ് സത്യങ്ങൾ, അത് ഒരു മറയുടെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്നത്, നിഗൂഢമായി തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ അതിൻ്റെ ഓരോ സത്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ രഹസ്യങ്ങൾ ചുരുളഴിയാൻ പോവുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് തുറന്നുള്ള ഒരു സംസാരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നതായി നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം, എന്തെങ്കിലും ഒന്ന് നേരിട്ട് കാണണം, എനിക്ക് കുറച്ച് സംസാരിക്കണം എന്നിങ്ങനെയുള്ള രീതിയിൽ ഈ വ്യക്തി അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങളോട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും ഈ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിചാരം ഒരുപക്ഷെ ഈ വ്യക്തി പൊള്ളയായ വ്യക്തിയാണ്, അല്ലെങ്കിൽ തെറ്റായ ഒരു വ്യക്തിത്വമാണ്, നിങ്ങളെ തീർച്ചയായിട്ടും ചതിച്ചിട്ട് പോയി, നിങ്ങളെ ഒരു ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ഈ വ്യക്തി ദൂരേക്ക് നടന്ന് നീങ്ങി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടുകാർ അങ്ങനെയായിരിക്കാം പറയുന്നുണ്ടാവുന്നത്. പക്ഷെ ആരുടെ കണ്ണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഏതൊരു വ്യക്തിയും മനസ്സിലാക്കുകയുള്ളൂ, ഈ വ്യക്തി ഒരു ചതിയൻ, അല്ലെങ്കിൽ ചതിയനായിട്ടേ മറ്റുള്ളവർ കാണുകയുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ ഈ വ്യക്തി ചതിയനായിട്ട്, അല്ലെങ്കിൽ ചതിച്ച ഒരു പെൺകുട്ടിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടെ തീർത്തും ഈ വ്യക്തിയുടെ ഗതികേട് കൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഒരുപക്ഷെ അത് പണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരുപാട് പണം ലഭിക്കുക, അല്ലെങ്കിൽ സ്ത്രീധനം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അമിതമായിട്ടുള്ള പ്രഷർ ഈ വ്യക്തിക്ക് വന്നതായിട്ടുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ സാമ്പത്തികപരമായിട്ടുള്ള ടാർഗറ്റാണ്, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ട് വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ ഒരുപക്ഷെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ തന്നെ ആയിരിക്കാം ഇതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും മറിഞ്ഞു കിടക്കുന്ന ഒട്ടനവധി രഹസ്യങ്ങൾ ഈ വ്യക്തിക്ക് ചുറ്റിനുമുണ്ട്. അതിൽ പലതും നിങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഇനി അറിയാൻ പോകുന്നതായിട്ടും നമുക്കിവിടെ കാണാം. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എങ്ങോട്ട് പോകണം, എന്ത് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഈ ബന്ധം ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ പുനരുദ്ധാനം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ വ്യക്തിയെ സഹായിക്കാൻ കുറച്ച് കൂട്ടരും ഈ വ്യക്തിയുടെ കൂടെ ഉള്ളതായി കാണപ്പെടുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു മനോബലത്തോടു കൂടിയാണ് ഈ വ്യക്തി കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ വ്യക്തി വളരെയധികം വിഷമത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുമായിട്ട് പല കാര്യങ്ങളിലും കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാകാം. സാമ്പത്തികപരമായിട്ടും പാരമ്പര്യപരമായിട്ടും മറ്റെന്തെങ്കിലും തലത്തിലോ ഈ വ്യക്തി കുറച്ച് ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും എന്താണ്, ഈ വ്യക്തിയുടെ വീട്ടുകാർക്ക് ഒരുപക്ഷെ പലതരത്തിലുള്ള നിബന്ധനകൾ നിങ്ങളുടെ നേർക്ക് വെച്ചിട്ടുണ്ടാകാം.
അപ്പോൾ അതൊരിക്കലും ഈ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി തുടക്കത്തിൽ തന്നെ ഈ വ്യക്തിയുടെ വീട്ടുകാരുമായിട്ട് കലഹങ്ങൾ കൂടുകയും, അല്ലെങ്കിൽ എനിക്കിതൊന്നും അനുവദിച്ചു തരാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ ഈ വ്യക്തി അവരുമായിട്ട് വഴക്കിട്ട് പിരിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന, അത്രമേൽ സ്നേഹിച്ചിരുന്ന ഈ വ്യക്തിയുടെ മാതാപിതാക്കൾ പോലും ഈ വ്യക്തിയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത്. പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള സത്യം ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി വരും കാലങ്ങളിൽ അറിയാനിരിക്കുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിക്ക് എല്ലാം ഉണ്ട്. അതായത് ഇഷ്ടപ്പെട്ട ജോലിയും വരുമാനവും സാമ്പത്തികവും അങ്ങനെ എല്ലാ കാര്യവും ഈ വ്യക്തിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിലാണ് ഈ വ്യക്തിക്ക് ഇപ്പോഴും ദുഃഖം അടക്കാനാവാതെ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഇവിടെ ഈ വ്യക്തിയുടെ നിസ്സഹായാവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു വിവാഹം, ഒരുമിച്ചുള്ള ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള മനോഭാവത്തിലും ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി പരിഹരിക്കാൻ നോക്കുന്നുണ്ട്. കാരണം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം തരണം ചെയ്ത് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തിയുടേത്. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഒരു മോശപ്പെട്ട ഒരു സ്വഭാവമുണ്ട്. അതായത് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാതെ എല്ലാം മനസ്സിലടക്കി പിടിച്ച് സ്വയം നീറി വിഷമിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു സ്വഭാവം ഈ വ്യക്തിക്കുണ്ട്. തുറന്നു പറയാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒരുമിച്ച് ചർച്ച ചെയ്യാനോ ഒന്നും ഈ വ്യക്തി താല്പര്യപ്പെടില്ല. എല്ലാം ഞാൻ അനുഭവിച്ചോളാം അല്ലെങ്കിൽ എല്ലാം എൻ്റെ വിധിയാണ് അല്ലെങ്കിൽ ഞാൻ പരിഹരിച്ചോളാം എന്നുള്ള രീതിയിൽ എല്ലാ കാര്യവും സ്വയം ഉള്ളിലൊതുക്കി സ്വയം ഏറ്റെടുക്കുന്ന ഒരു ഒരു വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവ പ്രകൃതമുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉറക്കക്കുറവ്, സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വിളിച്ചു വരുത്തുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുന്നത് ഈ വ്യക്തിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ എല്ലാ തെറ്റുകൾക്കും കാരണക്കാരൻ ഈ വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വ്യക്തി തന്നെയാണ്, എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം, എന്നെ മറന്നേക്കൂ, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകുന്നു, എനിക്കിനി താല്പര്യമില്ല, എന്നെ വിളിക്കരുത് എന്നുള്ള രീതിയിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടായിരിക്കാം ദൂരേക്ക് പോയിട്ടുണ്ടാവുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട്. ഹൃദയം കീറി മുറിച്ച അവസ്ഥയിലാണ് ഈ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും പലതരത്തിലുള്ള മന്ത്രതന്ത്ര പരിപാടികളും ഒക്കെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലും ഒരു സ്ത്രീയുടെ എനർജി തന്നെയായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേരും രണ്ട് പാത്രത്തിലാവുക എന്നുള്ളത് ആ ഒരു ദുഷ്ടയായിട്ടുള്ള വ്യക്തികളുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. അത് ഏകദേശം നിറവേറിയ ഒരു സന്തോഷത്തിലാണ് അവരിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നിങ്ങളത് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നീതി മേടിച്ചു തരണം എന്നുള്ള ആ ഒരു യഥാർത്ഥ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഊർജവും യൂണിവേഴ്സ് കൊടുക്കും എന്നുള്ളതും നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നു. ഇപ്പൊ താൽക്കാലികമായിട്ട് നിങ്ങളിൽ നിന്നും അകന്നു മാറി നിൽക്കുന്നതേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അതെന്നേക്കുമായിട്ടുള്ള അകൽച്ചയാണ് എന്ന് നമുക്ക് യാതൊരു തരത്തിലും വിധി പറയാനാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വായന കണ്ടിരിക്കണം. കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷെ അത് കൃത്യമായിട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വായന ഉപകരിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഈ വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വരുമ്പോൾ വരട്ടെ. അല്ലാതെ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോയി ഈ വ്യക്തിയെ ചേസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള നല്ല രീതിയിലുള്ള സമയങ്ങളുണ്ട്. അതാദ്യം മനസ്സിലാക്കാനായി ശ്രമിക്കുക. നമ്മൾ എത്രത്തോളം കഷ്ടപ്പാടെടുത്താലും പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന ഒരു അതീന്ദ്രിയ ശക്തിയുണ്ട്. അതിൽ നിന്നും നമുക്കൊരു അനുഗ്രഹം ലഭിച്ചാൽ മാത്രമാണ് നമുക്കത് സാങ്ഷനാക്കി കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയോട് കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പം നമ്മളുടെ പുതിയ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് ലിങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കയറാവുന്നതാണ്. അപ്പോൾ വാട്സപ്പ് ചാനലിൽ നമ്മുടെ എല്ലാ ദിവസവും നമ്മളൊരു ലവ് റീഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, പ്രണയ വായന ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കും. അതുപോലെ മറ്റെന്തെങ്കിലും വിശദാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വാട്സപ്പ് ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അതും ആ നമ്പർ സ്ക്രീനിൽ കണ്ടില്ലെങ്കിൽ അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളായിരിക്കണം കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.